ഗോ ഹൈ ലെവൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ സബ് അക്കൗണ്ട് സെല്ല് ചെയ്യുന്ന ഏജൻസികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് സബ് അക്കൗണ്ടിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ യൂസേജിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഞാനും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു മാസം ഉള്ള അവരുടെ യൂസേജ് മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇൻവോയ്സ് റേസ് ചെയ്യും, അപ്പോഴത്തേക്കും ഒരു പേയ്മെൻറ്റ് ചെയ്യും. പക്ഷേ അതിനകത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനകത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്തിട്ട് പോകും. ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് പുറകെ നടക്കണം ആ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് കാശ് അങ്ങനെ കിട്ടാതെ പോയിട്ടുമുണ്ട്. അപ്പോൾ ഒരു സബ് അക്കൗണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സബ്സ്ക്രിപ്ഷൻ എൻഡ് ആവുന്ന സമയത്ത് അവർ വാട്സാപ്പ് ഒരു ബൾക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അവർ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3000-4000 രൂപ വരെ ഒരൊറ്റ അടിക്ക് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാനത് അറിഞ്ഞ സമയത്ത് ഉടനെ തന്നെ ഇത്രയും ബൾക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ആ സബ് അക്കൗണ്ട് പോസ് ചെയ്തു. പക്ഷേ പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ മാക്സിമം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സബ്സ്ക്രിപ്ഷൻ റിന്യൂവൽ ചെയ്തിട്ടില്ല. പിന്നെ അവരെക്കുറിച്ച് ഒരു അനക്കവും ഇല്ല. പക്ഷെ അവർ ചിലപ്പോൾ വീണ്ടും ചെയ്യുമായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് പോസ് ചെയ്തിട്ട് പിന്നെയും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എന്നാലും നമ്മൾ അവിടെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് ഇത്രയും പോയി. അപ്പോൾ ഇനി അവർ അടുത്ത് പേ ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ നമുക്കൊരു വാലറ്റ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ല. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സബ് അക്കൗണ്ടിനെ കൊണ്ടിട്ട് നമുക്ക് ഫ്രീ ഫണ്ട് ചെയ്യിക്കാം. ഫ്രീ ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് ബാലൻസ് കുറയും. ബാലൻസ് മൈനസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ ഇതൊക്കെ ഇതുവരെ സ്ട്രൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. എന്നാലും സ്ട്രൈപ്പ് നമുക്ക് പുതിയതായിട്ട് സ്ട്രൈപ്പ് അക്കൗണ്ട് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് നമുക്ക് US വേറെ ഏതെങ്കിലും രാജ്യത്തെ രജിസ്ട്രേഷനൊക്കെ വേണം. അപ്പോൾ എല്ലാവർക്കും അത് പോസിബിൾ അല്ല അങ്ങനെ വേറെ രാജ്യത്ത് പോയി രജിസ്റ്റർ ചെയ്യാനും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് GHL വാലറ്റ് ആപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഇന്ത്യയിലുള്ള റേസർ പേ നമുക്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കസ്റ്റം മെനു ആയിട്ട് സബ് അക്കൗണ്ടിലോട്ട് ലിങ്ക് ചെയ്യാം. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് അത് കാണാൻ പറ്റും അവരുടെ വാലറ്റ് ബാലൻസ് എത്രയാണ്. അതിലോട്ട് അവർക്ക് ക്യാഷ് ലോഡ് ചെയ്യാം. അപ്പോൾ അത് റേസർ പേ വഴി ചെയ്യുമ്പോൾ നമ്മുടെ ഏജൻസിയുടെ അക്കൗണ്ടിലോട്ട് ആ ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് സബ് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലറ്റിൽ ക്യാഷ് ലോഡ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയും. എങ്ങനെയാണ് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള 10-20 അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഏജൻസിയിൽ പോയിട്ട് ഏജൻസി സെറ്റിംഗ്സിൽ പോയിട്ട് അവരുടെ ട്രാൻസാക്ഷൻ മൊത്തമായിട്ട് ഒരു സിംഗിൾ CSV ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡാഷ്ബോർഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചാർജ് ചെയ്യാം. നമുക്കിനി ഡീറ്റെയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ GHL വാലറ്റ് ആപ്പിൻ്റെ വെബ്സൈറ്റ്. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് സ്മാർട്ട് ബില്ലിംഗ് ഫോർ യുവർ GHL ഏജൻസി ആ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 7 ഡേ ഫ്രീ ട്രയൽ വരുന്നുണ്ട്. നിങ്ങൾ 7 ഡേ ഫ്രീ ട്രയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാം. 2 പ്ലാനാണ് വരുന്നത്, SAS പ്ലാന്. അപ്പോൾ SAS പ്ലാന് എന്താണെന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. SAS പ്ലാനിനകത്ത് നിങ്ങൾക്ക് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതായത് സ്റ്റാർട്ടർ, ഗ്രോത്ത്, പ്രോ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് 3 പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. 3 പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിനെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ചെക്കൗട്ടിൽ കണക്ട് ചെയ്യാം. അതായത് ഫ്രീ ട്രയൽ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കാനായിട്ട് നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ പേരെല്ലാം വെച്ചിട്ട് ഒരു സബ് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ സബ് അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേയ്മെന്റ് സബ്സ്ക്രിപ്ഷൻ എന്നേലും അവർ പേയ്മെന്റ് ചെയ്യാതെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ സബ് അക്കൗണ്ട് പോസ് ആവും. അവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പോസ് മാറും. നേരത്തെ നമുക്കിത് മാനുവലായിട്ട് പോയിട്ട് ഏജൻസിയുടെ സെറ്റിംഗ്സിൽ പോയിട്ട് മാനുവലായിട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതുവഴി ഈ GHL വാലറ്റ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പ്ലാനാണ് വരുന്നത്. ആദ്യത്തെ പ്ലാന് വാലറ്റ് പ്ലാനാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുക, വാലറ്റിലോട്ട് ലോഡ് ചെയ്യുക, അങ്ങനത്തെ ഫീച്ചർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലറ്റ് പ്ലാൻ സെലക്ട് ചെയ്യാം. 999+ GST ആണ് വരുന്നത്. അപ്പോൾ അതിലും 7 ഡേയ്സ് ട്രയൽ വരുന്നുണ്ട്. പിന്നെ SAS പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫീച്ചറും ഉള്ളത്, ഓട്ടോമാറ്റിക് സബ് അക്കൗണ്ട് ക്രിയേഷൻ, സബ് അക്കൗണ്ട് പോസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടെ വേണമെന്നുണ്ടെങ്കിൽ SAS പ്ലാനിലോട്ട് പോവാം. അപ്പോൾ അതിനും 7 ഡേ ഫ്രീ ട്രയൽ വരുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡാഷ്ബോർഡ് ഇതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ലൊക്കേഷൻസ്, നമ്മുടെ സബ് അക്കൗണ്ടിനകത്തുള്ള എല്ലാ ലൊക്കേഷൻസും കാണാൻ പറ്റും. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സെറ്റപ്പ് ഗൈഡ് ഉണ്ട്. അപ്പോൾ ഈ സെറ്റപ്പ് ഗൈഡിൽ വന്നിട്ട് നമ്മുടെ ഏജൻസിയുടെ പ്രൈവറ്റ് ഇൻ്റഗ്രേഷൻ ടോക്കൺ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കമ്പനി ID നമുക്കിവിടെ ഫെച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കാം, എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. അഡീഷണൽ ഫീച്ചേഴ്സ് അതായത് SAS പ്ലാനിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ലൊക്കേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ലൊക്കേഷൻസ് മൊത്തം നമുക്കിവിടെ ഫെച്ച് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡീസെലക്ട് ചെയ്യുകയോ സെലക്ട് ചെയ്യുകയോ ചെയ്യാം. പിന്നെ വരുന്നത് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് വാലറ്റിൽ ബൾക്ക് ഇമ്പോർട്ടാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൊക്കേഷൻസിൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം കൂടെ നമുക്കിപ്പോൾ ഒരുമിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്യാം. നേരത്തെ അത് ഫീച്ചർ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ, ഏജൻസിയുടെ സെറ്റിംഗ്സിൽ വരിക. സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം ഇവിടെ ബില്ലിങ്ങിലോട്ട് പോവുക. ബില്ലിങ്ങിൽ വന്നതിന് ശേഷം ഇവിടുന്ന് വാലറ്റ് ട്രാൻസാക്ഷനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മൾ സബ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സബ് അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കണ്ട. അതിന് പകരം ഇവിടുന്ന് ഈ സബ് അക്കൗണ്ട് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഉള്ള ട്രാൻസാക്ഷൻ എത്ര സബ് അക്കൗണ്ട് ഉണ്ടോ അതിന്റെ എല്ലാത്തിൻ്റെയും ട്രാൻസാക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ എത്ര ഡേറ്റ് തൊട്ട് എത്ര ഡേറ്റ് വരെ ഉള്ള ട്രാൻസാക്ഷൻസ് ആണ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ട കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന്, അത് സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ മാർച്ച് കൊടുത്തു, ഏപ്രിൽ വരെ ഉള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക, അപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏത് യൂസറിനാണ് സെൻഡ് ചെയ്യേണ്ടത്, ഇമെയിലോട്ടാണ് ഈ ട്രാൻസാക്ഷൻസ് വരുന്നത്. ഇമെയിൽ ഐ ഡിയുടെ സെലക്ട് ചെയ്യുക. ആ ഇമെയിൽ ഐ ഡിയിലോട്ട് ട്രാൻസാക്ഷൻസ് സെൻഡ് ആവുന്നത് ഒരു CSV, അത് നമ്മുടെ ഇമെയിലിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു CSV ഫോർമാറ്റിലായിരിക്കും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതിവിടെ കാണിക്കാം. ഈ ഒരു രീതിയിലായിരിക്കും ഡൗൺലോഡ് ആവുന്നത് CSV ഫോർമാറ്റ്. അപ്പോൾ ഈ CSV ഫോർമാറ്റ് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 1 by 1 ഒരു ലൊക്കേഷൻ്റെ ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ മാത്രം അതായത് നിങ്ങളുടെ സബ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. അല്ലാതെ ഒന്നും സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ സെലക്ട് ചെയ്താലും നിങ്ങളുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ്, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സബ് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ അതിലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആയിട്ട് അതിൻ്റെ എല്ലാം സെലക്ട് ആവും. അപ്പോൾ ഞാനിവിടെ അതൊന്ന് കാണിക്കാം. ഒപ്റ്റീറോ ബില്ലിങ്ങിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മളിവിടെ ബൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ബൾക്ക് ഇമ്പോർട്ട് ഡിറ്റക്റ്റഡ് 15 ലൊക്കേഷൻസ് ഡിറ്റക്റ്റഡ്, എത്ര ട്രാൻസാക്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഇവിടെ റിവ്യൂ ആൻഡ് ഇമ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇത്രയും ലൊക്കേഷൻസ്, ഇതിൽ എന്തെങ്കിലും ട്രാൻസാക്ഷനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യത്തില്ല. ഏതെങ്കിലും സബ് അക്കൗണ്ടിൻ്റെത് വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര സബ് അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ടോ അതെല്ലാം ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടാത്തത് ഇവിടുന്ന് ഈ അൺനോൺ എന്ന് കാണിക്കുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാത്തത്, നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡാഷ്ബോർഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യാത്ത ലൊക്കേഷൻസ് ആണ് അൺനോൺ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ലൊക്കേഷൻസ് എല്ലാം നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് കൺഫേം ആൻഡ് ഇമ്പോർട്ട് 7 ലൊക്കേഷൻസ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിലോട്ടെല്ലാം ട്രാൻസാക്ഷൻസ് മൊത്തം അതിലോട്ട് ചാർജ് ആവും. മീൻസ് അതിനകത്ത് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്യാഷ് ഡിഡക്റ്റ് ആവും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ട്രാൻസാക്ഷൻ ചാർജസ് ഈ CSVക്കകത്തുള്ളത് അതിന് വേണ്ട എമൗണ്ട് ആ വാലറ്റിൽ ബാലൻസിൽ നിന്ന് ഡിഡക്റ്റ് ആവാത്ത എമൗണ്ട് മൈനസ് ആവും. മൈനസ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സബ് അക്കൗണ്ട് യൂസറിന് ഒരു നോട്ടിഫിക്കേഷൻ വാട്സാപ്പ് സെൻഡ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള വെബ് ബുക്കും കാര്യങ്ങളും സെറ്റിംഗ്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെറ്റിംഗ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വെബ് ബുക്ക് സെറ്റ് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ മൈനസ് ആണ്, ഇപ്പോൾ മൈനസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് റീചാർജ് ചെയ്യാനുള്ള വാലറ്റ് ടോപ്പപ്പ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള മെയിലും വാട്സാപ്പും ഉടനെ തന്നെ അവർക്ക് സെൻഡ് ആവും. അത് കഴിഞ്ഞിട്ട് മാർക്കപ്പും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാർക്കപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുക്കാം. ഫ്രീ ഇമെയിൽസ്, ഇപ്പോൾ ഞാൻ ഫ്രീ ഇമെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫ്രീ ഇമെയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഇമെയിൽ നിങ്ങൾക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാം. സാസ് പ്ലാനിൽ മാത്രമേ ഈ ഒരു കോൺഫിഗറേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ സ്റ്റാർട്ടർ, ഗ്രോത്ത്, പ്രോ, ഇങ്ങനെ 3 പ്ലാനാണ്. അപ്പോൾ ഓരോ പ്ലാനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമെയിൽ ക്രെഡിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇനി സാസ് പ്ലാനിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഫീച്ചർ സാസ് ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ നെയിം ഇവിടെ കൊടുക്കാം, കറൻസി കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി പ്രൈസ് കൊടുക്കാം. പിന്നെ ട്രയൽ ഡേയ്സ്, എത്ര ഡേയ്സാണ് നിങ്ങൾ ട്രയൽ കൊടുക്കുന്നത് അത് ഇവിടെ കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്ലാനിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ പ്ലാനിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാം. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എനേബിൾ ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ എനേബിൾ ബില്ലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റൈസർ പേ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് GST ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ടിക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ സേവ്ഡ് ആണെന്ന് കാണിക്കും. എന്നിട്ട് സിങ്ക് റൈസർ പേ എന്നും കൂടെ ഉള്ള ബട്ടൺ കൂടെ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ
നിങ്ങൾക്ക് ഡയറക്റ്റ് റൈസർ പേയിൽ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ചെക്കൗട്ട് URL കിട്ടും. അപ്പോൾ ഈ URL ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു URL കോപ്പി ആവും. കോപ്പി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പ്രൈസിങ് പ്ലാൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടർ, ഗ്രോത്ത്, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിൻ്റെ പേരെന്താണോ അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫ്രീ ട്രയൽ ഇല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ബട്ടണിനകത്ത് നിങ്ങൾ ഈ ലിങ്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവർ നേരെ ഇതിലോട്ട് വരും. അപ്പോൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് പേര് കൊടുത്ത് ഡീറ്റെയിലും കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റിൻ്റെ പോപ്പപ്പ് വരും. GST ഇൻവോയ്സ് നിങ്ങളുടെ കസ്റ്റമറിന് ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് GST ഇൻവോയ്സ് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കുക. പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൈസർ പേയുടെ ഇൻ്റർഫേസ് വരും. ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കാർഡ് കൊടുത്തു പോവുക. അപ്പോൾ ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് അടുത്ത സെക്ഷനിൽ ബാക്കി ഡീറ്റെയിലും കൂടെ ചോദിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ നമ്മുടെ ഇതും കൂടെ കൊടുക്കുക. ഇവിടെ സെറ്റപ്പ് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് സബ് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത്രയും ഈസിയാണ്. ഇവിടെ ഇപ്പോൾ യുവർ അക്കൗണ്ട് ഈസ് ബീയിങ് സെറ്റപ്പ്, സബ് അക്കൗണ്ട് ഏജൻസി വാലറ്റ്, യുവർ അക്കൗണ്ട് ഈസ് ബീയിങ് കോൺഫിഗേർഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ വരും. ഇവിടെ ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏജൻസിയിൽ പോവുക. ഏജൻസി പോയിട്ട് സബ് അക്കൗണ്ടിനകത്ത് ഏജൻസി വാലറ്റ്, യെസ്, അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ സബ് അക്കൗണ്ടിൽ പോയിട്ട് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത് അവൈലബിൾ ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഏജൻസി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. 497 ഗോ ഹൈ ലെവലിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രൊസീജിയറിൻ്റെ കൂടെ തന്നെ യൂസറും കൂടെ ക്രിയേറ്റ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വരിക, സെറ്റിങ്സിൽ വന്നതിന് ശേഷം മൈ സ്റ്റാഫിൽ വന്നിട്ട് ആ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക, പർച്ചേസ് ചെയ്ത ആളിൻ്റെ. അപ്പോൾ അവർക്ക് ഇവിടെ യൂസർ ആഡ് ആവും. അപ്പോൾ അവർക്കൊരു ഇമെയിൽ അവർക്ക് അങ്ങോട്ട് സെൻഡ് ആവും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പ്രോസസ്സ് എൻ്റയർലി ഇതിനകത്ത് കൂടെയാണ് നടക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിനകത്തൂടെയാണ് നടക്കുന്നത്. ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ പർച്ചേസ് ചെയ്ത അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. സ്റ്റാർട്ടർ, ഇപ്പോൾ ട്രയൽ, ഞാനിവിടെ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ വരും. പിന്നെ നമുക്ക് അഡീഷണൽ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഇവിടെ ചെക്കൗട്ട് ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ചെക്കൗട്ടിന് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോയും കളറും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് അത് കൊടുക്കാം. നിങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഏജൻസിയുടെ ലോഗോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ടിൻ്റെ പേജിൽ, അതായത് ഇവിടെ വരുന്ന ഈ പേജ്, ഈ ഒരു ലോഗോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ലോഗോ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഡ്രൈവിലോ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ സ്റ്റോറേജിലോ നിങ്ങളുടെ സബ് അക്കൗണ്ടിൽ വന്നിട്ട് ലോഗോ അതിലോട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തതിനു ശേഷം അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ലോഗോ അവിടെ നിന്ന് ഫെച്ച് ആയിക്കോളും. പിന്നെ ഇത് തൊട്ട് താഴെ കാണുന്നത് എക്സ്റ്റേണൽ ട്രാക്കിംഗ് സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ട്രാക്കിങ്ങിൻ്റെ കോഡ് കിട്ടും. നിങ്ങൾക്കൊരു ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ CRM-ലോട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടുന്ന് എക്സ്റ്റേണൽ ട്രാക്കിംഗ് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സേവ് ബ്രാൻഡിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളുടെ പ്ലാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോമേഷൻ ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എക്സ്റ്റേണൽ ട്രാക്കിങ്ങിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആഡ് ഓൺ പ്രോഡക്റ്റ്, അപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് കസ്റ്റം സെറ്റപ്പ്, ഇപ്പോൾ നിങ്ങളൊരു സബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ് അക്കൗണ്ട് സെല്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഡൺ ഫോർ യു സെറ്റപ്പ്, നിങ്ങൾ തന്നെ ഓട്ടോമേഷനും ലാൻഡിംഗ് പേജും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ചാർജ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഇത് അവരുടെ സബ് അക്കൗണ്ടിൻ്റെ വാലറ്റിനകത്ത് ഇത് ഷോ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഹെൽപ്പ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ച് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഫീച്ചർ. ബൾക്ക് ഇമ്പോർട്ടും പിന്നെ സാസിൽ പുതിയ ഫീച്ചേഴ്സുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് GHL വാലറ്റ് ആപ്പിൻ്റെ ട്രയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. താങ്ക് യു.